ഹായ് ഗൈസ്, നേപ്പാളിലെ ജൻസി സമരം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2006 വരെ നേപ്പാളിൽ രാജഭരണമായിരുന്നു. 2006 അവിടെ വലിയൊരു സമരം അല്ലെങ്കിൽ ഒരു ജനമൊക്കെ മുന്നേറ്റമുണ്ടായി. 2008 ജനാധിപത്യം വന്നെങ്കിലും ഒരു സ്റ്റേബിൾ അല്ലാത്ത, തൃപ്തികരമല്ലാത്ത ഒരു ഭരണമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അവിടെ കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ 14 പ്രധാനമന്ത്രിമാരാണ് നേപ്പാൾ ഭരിച്ചു വന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം അൺസ്റ്റേബിൾ ആയിരുന്നു അവിടുത്തെ ജനാധിപത്യമെന്ന്. കുതികാൽവെട്ട്, അഴിമതി, കെടുകാര്യസ്ഥത, സ്വന്തം താല്പര്യാർത്ഥം ഓരോ സഖ്യങ്ങളിൽ ചേരുക തുടങ്ങിയ ജീർണത ഭരണവർഗത്തിന്റെ പൊതു സ്വഭാവമായി മാറി. ഏകദേശം 3 കോടിയോളം ജനത തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ കാര്യങ്ങളിൽ അതൃപ്തരായിരുന്നു. ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തെ പോലെ തന്നെ ഭൂകമ്പം മുതലായ നാച്ചുറൽ കലാമിറ്റികൾ നേപ്പാളിലെ ജനതയെ വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നശിച്ചുകൊണ്ടിരുന്നതിന്റെ മൂകസാക്ഷികളാകാൻ വിധിക്കപ്പെട്ട ഒരു യുവജനതയാണ് നേപ്പാളിൽ ഉണ്ടായിരുന്നത്. ഗൈസ്, ജനങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും അത്യധികം സുഖലോലുപതയിലും ആഡംബരത്തിലും ഒക്കെ ജീവിക്കുന്നു. വിദേശ വിദ്യാഭ്യാസം നേടുകയും വിദേശ ബ്രാൻഡുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. നേതാക്കളുടെ മക്കളുടെ ജീവിത സാഹചര്യങ്ങളും പാവപ്പെട്ടവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നെപ്പോ ബേബി എന്ന് പറയുന്ന ഹാഷ്ടാഗ് വഴി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. ക്രമേണ സോഷ്യൽ മീഡിയയിലൂടെ നേപ്പാളിന്റെ മുക്കിലും മൂലയിലും ജനങ്ങൾ വ്യാപകമായി ഭരണവർഗത്തോട് വെറുപ്പും പുച്ഛവും അരിശവും ഒക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ജനരോഷം പുകഞ്ഞു തുടങ്ങി. മനസ്സിലായോ? സർക്കാർ വല്ലാതെ ഭയപ്പെട്ടു. ഈ ഹെയ്റ്റ് ക്യാമ്പയിനും ഹെയ്റ്റ് സ്പീച്ചും ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ ഒരു കാര്യം ചെയ്തു. നേപ്പാളിൽ സജീവമായിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, 10-20 ഉണ്ടല്ലോ, വാട്സപ്പ് ഉൾപ്പെടെയുള്ളത് എല്ലാം തന്നെ ഗവൺമെന്റിന്റെ IT വിഭാഗത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഗവൺമെന്റ് ഓർഡർ കൊടുത്തത്. അതെന്തിനാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ഗവൺമെന്റിനെതിരെയുള്ള ക്യാമ്പയിൻ ഇല്ലാതാക്കാനാണ്. എന്നാൽ ഈ ആഗോള ഭീമന്മാരായ സോഷ്യൽ മീഡിയ അതോറിറ്റി നേപ്പാളിലെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിരുന്ന സമയപരിധി കഴിഞ്ഞപ്പോൾ 26 പ്ലാറ്റ്ഫോമുകളെ നേപ്പാൾ ഗവൺമെന്റ് ബാൻ ചെയ്തു. വിദേശത്തിലിരിക്കുന്ന നേപ്പാളി പൗരന്മാർക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ടൂറിസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേർക്ക് വിദേശ ക്ലയൻസുമായിട്ട് ആശയവിനിമയത്തിന് സാധിക്കുന്നില്ല. നേപ്പാൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. അതുപോലെ സമര സംഘടനകൾക്കാകട്ടെ പരസ്പരവും അണികളുമായും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാഹചര്യങ്ങൾ കിട്ടാതെ വന്നു. ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവരുടെ ഭാവി സമര പരിപാടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കഴിയാതെ വന്നു. ചുരുക്കത്തിൽ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ആകെ ദുരിതം പിടിച്ച സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന യുവാക്കൾ ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ മനസ്സിലുണ്ടായ ഒരു അഗ്നി ഉണ്ടല്ലോ, അത് സ്വയം അങ്ങ് ആളിക്കത്തി. ആ ആളിക്കത്തി അഗ്നിയെ നാം നേപ്പാളിന്റെ തെരുവുകളിൽ പിന്നെ കണ്ടു. നേപ്പാളിലെ ഗവൺമെന്റ് അപ്പോൾ പറഞ്ഞു, ഇതിനിടയിൽ സാമൂഹ്യ ദ്രോഹിയെ ഈ സമരത്തിന്റെ മറ പറ്റിക്കൊണ്ട് കൊള്ളയും മറ്റേ കൊള്ളവെപ്പുകളും ഒക്കെ നടത്തുന്നു. അതുകൊണ്ട് കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് ഗവൺമെന്റ് നീങ്ങി. ഷൂട്ടൌട്ട് സൈറ്റ് രീതിയിലുള്ള നടപടികൾ പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. 20ഓളം പേര് മരിച്ചു, 4000 പേർക്ക് പരിക്കേറ്റു. അതിൽ 1000 പേരുടെ നില ഗുരുതരമാണ്. അങ്ങനെ വന്നപ്പോൾ യുവജനങ്ങൾ വർദ്ധിത വീര്യത്തോടെ തെരുവുകളിലേക്ക് കുതിച്ചു. സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്ത്രീപുരുഷ ഭേദമന്യേ നിരത്തിലേക്ക് ഇറങ്ങി. പിന്നെ നാം കണ്ടത് മന്ത്രിമാർ തന്നെ രാജിവെക്കുന്നു. പല നേതാക്കളും ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുന്നു. പാർലമെന്റ് അഗ്നിക്കിരയാകുന്നു. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ രാജിവെക്കുന്നു. ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകൊല്ലുന്നു. പാർലമെന്റ് അഗ്നിക്കിരയാകുന്നു. അങ്ങനെ പലതും നാം ലോകം കണ്ടു. ഒരു മന്ത്രിയെ പേപ്പറ്റി ഓടിക്കുന്നത് പോലെയാണ് ജനങ്ങൾ തെരുവിലിട്ട് ഓടിച്ചത്. ആ കാഴ്ചയും നമ്മൾ കണ്ടു. ഈ സമയത്ത് ജനരോഷം കുറയ്ക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയുടെ ബാൻ എടുത്ത് മാറ്റി. പക്ഷേ നോ യൂസ് അറ്റ് ആൾ. ആ നിരോധനം എടുത്ത് മാറ്റിയെങ്കിലും ജനങ്ങളുടെ രോഷം കുറഞ്ഞില്ല. ഒരു ഭരണമാറ്റത്തിൽ കുറഞ്ഞതൊന്നും അവർക്കിനി വേണ്ട. അത്രമേൽ ഭയങ്കരവും ഭീകരവുമായ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിലേക്കും അനാർക്കിയിലേക്കും നേപ്പാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഈ സമരത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? അടുത്ത ഭാഗം പിന്നീട്.